Hi friends, welcome back to Ripple Space Time. Siva here. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന യുക്തിവാദവും നിരീശ്വരവാദവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പോയിന്റ്സുകളുമാണ്. അപ്പോ കുറച്ച് എന്താണ് അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുമായിരിക്കാം. അല്ലാതെ ആദ്യമേ പ്രൊജസ്റ്റിക് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. സോ എല്ലാവരും ഒരു ബെറ്റർ ലിസ്ണർ ആയിട്ട് അവസാനം വരെ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീഡിയോ തുടങ്ങാം. നല്ലൊരു ഹെൽത്തി കമന്റ് സെഷൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ. സംഭവം എല്ലാ മനുഷ്യനും യുക്തിവാദിയാണ്. പക്ഷെ പലരും പറയുന്നു ഞാൻ യുക്തിവാദിയല്ല, എനിക്ക് യുക്തിവാദികൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ കേട്ടിട്ടുണ്ട്. നീ ഒരു യുക്തിവാദിയല്ലേ എന്നൊക്കെ പറയുന്നവർ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവന്റെ അർത്ഥം മനസ്സിലായിട്ടേ ഇല്ല ഒരിക്കലും. റാഷണലി ചിന്തിക്കുക, കോമൺ സെൻസ് ആണ് ഈ യുക്തി എന്ന് പറയുന്നതിന്റെ മെയിൻ സംഭവം അല്ലെ. ചിന്താശക്തി അത് തന്നെയാണ് യുക്തി. അതും നിരീശ്വരവാദമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു യുക്തിവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ അല്ലെ, യുക്തി ഉപയോഗിച്ച് സാധനം ചിന്തിച്ച് ഒരു ഡോക്ടർ യുക്തിവാദിയാണ് അല്ലെ. ഇപ്പൊ എങ്ങനെ ഈ മൊബൈൽ ഫോണ്, കാറ്, ബസ്, ബൈക്ക്, എയർപ്ലെയിന്, ഫാന് ഇതെല്ലാം കണ്ടുപിടിച്ചത് എങ്ങനെ? യുക്തി ഉപയോഗിച്ചതുകൊണ്ട്. നിരീശ്വരവാദിയാവുകയോ അല്ലാതിരിക്കുകയോ എന്നുള്ളത് എൻ്റെ ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. പക്ഷെ ഒരു യുക്തിവാദിക്ക് ഒരിക്കലും റിലീജിയസ് ആവാൻ പറ്റത്തില്ല. റിലീജിയസ് ആയിട്ടാണ് ഒരു യുക്തിവാദി എന്ന് പറയുന്നതെങ്കിൽ അയാളെ യുക്തി ഉപയോഗിക്കുന്നില്ല, അയാളുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. അയാള് ഹിസ്റ്ററി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ജസ്റ്റ് ബിലീവ് മാത്രമാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫെയ്ത്തിൽ അങ്ങ് എല്ലാം വിട്ടുകൊടുത്തിട്ടിരിക്കുകയാണ്, ഹോപ്പിലെല്ലാം വിട്ടുകൊടുത്തിട്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എല്ലാം ബിലീഫ് മാത്രമാണ് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നില്ല, ഉത്തരങ്ങൾ കിട്ടിയാലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. യുക്തിവാദി എന്ന് പറയുന്നത് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എത്രത്തോളം എക്സ്പീരിയൻസ് കൂടുന്നു, നോളേജ് കൂടുന്നു, ഡേറ്റ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അത് കണക്ട് ചെയ്ത് നല്ലപോലെ വായിക്കാൻ പറ്റത്തുള്ളൂ. ഡേറ്റകളും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പാടായിരിക്കും യുക്തി ഉപയോഗിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ഈ റിലീജിയൻ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാജതന്ത്രം ഉപയോഗിച്ച് ആൾക്കാരെ തരംതിരിച്ച് കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി ഓരോ സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ അന്നത്തെ രീതിയിൽ ഉണ്ടാക്കി നിർത്താൻ വേണ്ടി, ഡൈനാസ്റ്റി വളർത്താൻ വേണ്ടി, യുദ്ധത്തിന് വേണ്ടിയായിട്ട് ആളെ കൂട്ടാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. അതിന്റെ അല്പം ഫിലോസഫിയൊക്കെ കലർത്തിയിട്ടുള്ളത് കൊണ്ട് ചിലവർക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു മനസ്സുഖം കിട്ടുന്നത് പോലെ തോന്നും. അതിന് റിലീജിയന്റെ അകത്തുള്ള ഫിലോസഫിയിൽ മാത്രം തളയ്ക്കപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ചങ്ങലക്കിട്ട ഒരു മൃഗത്തിനെ പോലെ കിടന്ന് കറങ്ങുന്നത് പോലെ ഉള്ളൂ റിലീജിയന്റെ അകത്തുള്ള ഫിലോസഫി തപ്പി നിൽക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങിപ്പോയ ഫിലോസഫി, റിയൽ ഫിലോസഫിയും സയൻസും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഉള്ള ഒരു ധൈര്യം കാണിക്കാണ്ട് കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ നിൽക്കണം എന്ന് വിചാരിക്കുന്നതാണ് യുക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഹ്യൂമന്റെ എവല്യൂഷന് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ഒരു രീതി ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോ ആലോചിച്ച് നോക്കുക, നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ജീവിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ 200 കൊല്ലം മുമ്പുള്ളത് പോലെ ഒരു തന്ത്രി പറയുന്നത് കേട്ടിട്ടോ രാജാവ് പറയുന്നത് കേട്ടിട്ടോ രാജാവിന് അപ്പപ്പോ മാറി മാറി തോന്നുന്ന രീതിയിൽ ഉള്ള തോന്നലനുസരിച്ചൊന്നും അല്ല നിയമങ്ങളൊന്നും മാറുന്നത്. എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. യൂണിഫോം സിവിൽ കോഡും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി, എല്ലാവർക്കും ഒരേ നീതി, നാട്ടിലുള്ള എല്ലാവർക്കും. അതൊക്കെ എന്ത് സൂപ്പറുള്ള കോൺസെപ്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയത്. ഫെയ്ത്താണ് എല്ലാത്തിനും ഡിസ്ട്രക്ഷന്റെ മെയിൻ കാരണം. നമ്മള് എന്റെ ഫെയ്ത്താണ് ശരി, ഹിന്ദുയിസം പറയും, മുസ്ലിം പറയും എന്റെ ഫെയ്ത്താണ് ശരി, ബുദ്ധിസം ആൾക്കാർ എന്റെ ഫെയ്ത്താണ് ശരി, ക്രിസ്ത്യൻ ആൾക്കാർ പറയും എന്റെ ഫെയ്ത്താണ് ശരി. എങ്ങനെ ശരിയാവും? ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ്. അപ്പൊ ഇതെല്ലാം തെറ്റാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുള്ളത്. ദൈവവിശ്വാസം നിങ്ങൾ ആയിരിക്കും, ഒരു ക്രിയേറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഏലിയൻസിലോ ക്രിയേറ്ററിലോ ആരോ വെച്ചാൽ ബിലീവ് ചെയ്ത് ഒന്നും പറയില്ല. അത് നിങ്ങളെ യുക്തിക്ക് ഒന്നും അനുസരിച്ച് ബിലീവ് ചെയ്തിരുന്നു. അതൊരു ആഗ്നോസ്റ്റിക് ആയിട്ട് അതിങ്ങനെ അത് കുറച്ച് പാടാണ്, സയൻസ് വളരുന്നതനുസരിച്ചുള്ള. പക്ഷെ റിലീജിയന്റെ അകത്തുള്ള ദൈവം എന്ന് പറയുന്നത് ആരാധനാമൂർത്തിയായിട്ട് മാറിയ ആളുകളാണ് എല്ലാവരും. ഇപ്പോ മോഹൻലാൽ ഫാൻസ് ഒക്കെ ഉള്ളത് പോലെയൊക്കെ തന്നെയാണ്.
ദുൽഖർ ഫാൻസ് ഒക്കെ ഉള്ളതുപോലെ ഇപ്പോൾ മാതാ അമൃതാനന്ദമയ ഈ കാലഘട്ടത്തിൽ ദൈവം അമ്പലമൊക്കെ ഉണ്ട് അല്ലെ, ഖുഷ്ബുവിന് അമ്പലമുണ്ട്, ആ ഖുഷ്ബു ദൈവമാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാവരിലും റോൾ മോഡലാക്കി ദൈവമാക്കി വെച്ച് അതേപോലെ ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇൻസ്പയർ ചെയ്യാം. ഇപ്പോൾ പഴയ ദൈവങ്ങളിലും പുതിയ ദൈവങ്ങളിലും അല്ലെങ്കിൽ ബാലരമയിലെയും ബാലഭൂമിയിലെയും ഹാരി പോട്ടറിലെയും കഥാപാത്രങ്ങളെ ഒക്കെ ഇൻസ്പയർ ചെയ്യാം അല്ലെ. അയാൾ ചീത്ത മനുഷ്യനാണ്, പക്ഷെ അയാൾ ഇന്ന ക്വാളിറ്റികളുണ്ട്, നല്ല ഇതാണ്. അങ്ങനെ നമ്മൾ ഇൻസ്പയർ ചെയ്യപ്പെടും അല്ലെ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്ട് അത് ഇവിടെ നമ്മൾ ആരെങ്കിലും ഫെയ്ത്തിൽ പറയുന്നുണ്ടോ, ഏതെങ്കിലും റിലീജിയനിൽ പറയുന്നുണ്ടോ? അല്ല, നമ്മളെ കോമൺ സെൻസ്, നമ്മളെ ക്യാരക്ടർ, നമ്മളെ യുക്തി അനുസരിച്ച് ആർക്ക് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പം ഒരു സീരിയൽ കില്ലർ, റേപ്പിസ്റ്റ്, ഇവർക്കൊക്കെ നമ്മൾ ടെററിസ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊരു ഫെയ്ത്തിൽ പറഞ്ഞിട്ടാണോ? അല്ല. അതൊക്കെയാണ് വ്യത്യാസം. അണ്ടർസ്റ്റാൻഡിങ്, ബിലീഫ്, റോൾ മോഡൽ, ഇൻസ്പിറേഷൻ, യുക്തിവാദം, നിരീശ്വരവാദം, അതാണ് വ്യത്യാസം. അപ്പോ ഈ ഒരു കലക്ക വെള്ളമാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. റാഷണലായിട്ട് ചിന്തിക്കാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. കാരണം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ തളയ്ക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. എല്ലാം ചിന്താശക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എവല്യൂഷൻ എപ്പോഴും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇനി മുമ്പോട്ടൊരു പ്രയാണം ഉണ്ടാവണം, ഒരു പ്രോഗ്രസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നമ്മൾ യുക്തിവാദി ആയിരിക്കണം. എല്ലാവരും നിരീശ്വരവാദി ആവണമെന്ന് പറയുന്നേ ഇല്ല. യുക്തി ഉപയോഗിക്കണം. അതിൽ ഉപയോഗിച്ച് റിലീജിയൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. റിലീജിയൻ എന്ന സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. റിലീജിയന്റെ അകത്തുള്ള ദൈവമല്ല ശരിക്കുള്ള ദൈവം. ഉണ്ടെങ്കിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് റിലീജിയന്റെ അകത്തുള്ള ദൈവമല്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ ആ അസഹിഷ്ണുത മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ഇതൊക്കെ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ആലോചിച്ച് നോക്കിയോ. അല്ലാതെ ഇത് ഒന്നിനെയും വ്രണപ്പെടുത്തുന്ന ഒരു ടോക്കല്ല ഇത്. നമ്മൾ സെക്യുലർ ആണ് എന്നുള്ളത് അത്രയും നാളത്തെ ആവശ്യമായിരുന്നു. അല്ല പെട്ടെന്ന് ദിവസത്തിൽ നമുക്ക് അത് മാറ്റാൻ പറ്റത്തില്ല. ഇനിയാണ് ആ നവോത്ഥാനം ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇപ്പോഴാണ് ആൾക്കാർക്ക് ആ കളിക്കുടുക്കയിൽ കുത്തുകൾ ചേർത്ത് ഡോട്ട് പടം വരയ്ക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നത്. പറയാനായിട്ട് അതിന് വേണ്ട. അല്ല വാടപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ എത്ര പേരാണ് ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ റിലീജിയനെ പറ്റി സംസാരിക്കലെന്ന് പറയുന്നത്. ഇപ്പൊ ഇതുവരെ കേട്ടിരുന്ന ആൾക്കാർക്കൊക്കെ വളരെ നന്ദി. വേറെ വീഡിയോ ആയിട്ട് കാണാം. പീസ് ഔട്ട്. ബൈ.